മുത്തുമണികളെ നമസ്കാരമുണ്ട്. ഇന്ന് നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ ഇല്ല, പെരിയലില്ല, ബേക്കലും ഗോകുലും ഗോശാലയ്ക്ക് അന്നദാനം കഴിക്കാൻ പോകുന്ന കഥാട്ടാ. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാൽ ഇന്നലെ എടുത്ത് ആടുത്തെ അന്നദാനം കഴിക്കലുണ്ട്. ആടുത്തെ അന്നദാനത്തിന് സ്പെഷ്യൽ തന്നെ ആടുത്തെ ഞവരരിയുടെ ചോറാണ് അന്നദാനത്തിന് കൊടുക്കല്. കിട്ടിലും വൈറ്റമിൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് ഞവരരി. അപ്പോൾ അവിടെ പോയി അവരെ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള കുറേ സംഭവമുണ്ട്. നെയ്യ്, അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഷാമ്പൂ, കണ്ണിനിടുന്ന സോപ്പ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ദുബൈ പോകുമ്പോൾ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുന്ന് തന്നെ സാധനം സോപ്പ് ഞാൻ മേടിക്കല്. മഞ്ഞളുടെ സോപ്പെല്ലാം ഉണ്ട്. അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അവരരി. ഇവിടെ പാക്കറ്റ് ചെറിയ 1 kg 2 kg 25 kg വരെയുള്ള സാധനം നമുക്ക് കിട്ടും. ഇത് ഗോകുലം ഗോശാലയിലേക്ക് അറിയാൻ തോന്നി, ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇതാണ് എന്നതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം. കച്ചമ്പർ, വറവ്, അച്ചാറ്, ഇതാണ് ഞവരരിയുടെ ചോറ്. ഇത് ഭയങ്കര, ഇത് കഴിച്ചവർക്ക് അറിയാം, ഭയങ്കര ടേസ്റ്റും ഹൈ പ്രോട്ടീനും എല്ലാ സംഭവം എന്തെല്ലാം ഉണ്ട്. 2 തരം സാമ്പാർ, അത് കഴിക്കാൻ തന്നെ നല്ല രസമാട്ടാ. ഇത് വീട്ടിലാക്കണം കുറേ പണി, വേവ് ഭയങ്കരം, കുറേ ടൈം എടുക്കും വേവാൻ. പിന്നെ അവിടെ ഇതുണ്ട്, നമ്മളെ പായസമുണ്ട്, ഗോതമ്പിൻ്റെ പായസമുണ്ട്. നല്ല പായസം. ഞാൻ 2 മൂട്ടം മേടിച്ചു പായസം. ആയുർവേദിക് മറ്റേ നമ്മളെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. കൺസൾട്ടേഷൻ ഫ്രീ ആണ്. മരുന്നിൻ്റെ എങ്ങനെയല്ല, കൺസൾട്ടേഷൻ ഫ്രീ. പിന്നെ മരുന്നും ഉണ്ട് അവിടെ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതാണ് ഗോശാല, ഗോകുലം ഗോശാല എന്ന് വെച്ചാൽ ഇവർ കൺസെപ്റ്റ് വെച്ചാൽ നമ്മളെ പണ്ടത്തെ പാരമ്പര്യം, ഗോമാതാവ്, അങ്ങനെ അതിനെ കെയർ ചെയ്യുക, ഫുഡ് ഫീഡ് ചെയ്യുക, അങ്ങനെ സെറ്റപ്പ്. അപ്പോൾ 2012 ഇവർ തുടങ്ങിയത്. 2012 3 വെച്ചൂർ പശുക്കൾ വെച്ച് തുടങ്ങിയത്. ഞാൻ ഈ ഇവരുടെ വീട്ടിൽ ഞാൻ പണിയെടുത്തിന്, ടൈൽസിന്റെ പണിയെടുത്തിന്. അത് പണ്ട് ഭയങ്കര വീട്, ഫുള്ള് മഡിന്റെ, ഫുള്ള് പ്ലാസ്റ്ററിങ് എല്ലാം മഡോടാ സംഭവം. ഒരു ഹസ്ബൻഡും വൈഫും കൂടി തുടങ്ങിയ പരിപാടി. ചെറുങ്ങനെ ആദ്യം ഇങ്ങനെ തുടങ്ങി, അവർ വീട് ആദ്യം കെട്ടിയാടാ. പിന്നെ ഇങ്ങനെ പശു ചെറുങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പൊ ഭയങ്കര കൺസെപ്റ്റ് ആയത് ഗോകുലം ഗോശാല. ഭയങ്കരമായിട്ട് അവര് വിഷം, ഭയങ്കര അവര് ഇവിടെ നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഒരു ദിവസം നിന്നിട്ട് നമുക്ക് ഇതിനെ കൗനെ ഫീഡ് ചെയ്യുക, ഇതിനെ കെയർ ചെയ്യുക, അതൊക്കെ പഠിക്കുക, അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു റിക്രിയേഷൻ സെറ്റപ്പ്, നമുക്കൊരു മൈൻഡെല്ലാം ഒന്ന് കൂളാക്കിയിട്ട് ഭജന, അങ്ങനെ സെറ്റപ്പ് എല്ലാം. വെറും മൊട്ടപ്പാറ ഉണ്ടായ സ്ഥലമാണ് ഇവർ 2 കൂടി ഇങ്ങനെ ആക്കി കേട്ടോ. ഭയങ്കര സംഭവം കേട്ടോ അവര്. ഇവിടെ പോയ മെയിൻ ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. അത് നല്ല ക്ലാസിക് പാട്ടും ഡാൻസെല്ലാം കണ്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ വരാം. ഇവിടെ ഇപ്പോൾ വൈശാഖ നടന്ന പരിപാടി നടക്കുന്നുണ്ട്. മെയ് 10 വരെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പോയത്. അപ്പൊ ഞാൻ വന്ന ഇവിടെ എന്തായാലും പോകലുണ്ട്. പക്ഷെ നല്ല ഫുള്ള് ഭയങ്കര ആക്ടേഴ്സും അങ്ങനത്തെ വലിയ വലിയ ടീമെല്ലാം പറഞ്ഞിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ വൈബും. നമ്മുടെ നാട്ടിൽ ഇത് സൗകര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും പോയി നോക്കുക, അത് ഫീൽ ചെയ്യുമോ സംഭവം എന്തെല്ലാം സെറ്റപ്പ്. ഞാൻ പിന്നെ മെയിനായിട്ട് അന്നദാനം കഴിക്കാൻ പോയത്. അന്നദാനം നമുക്ക് പ്രധാനം, അന്നമാണ് ഉന്നം. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ട് വ്ളോഗ് ആക്കണം എന്ന് തോന്നിയണ്ടാ. വേറെ പരിപാടിയൊന്നും ഇല്ല. എന്താ ഡാൻസ് കാണാം. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണ്ട. ഇതാണ് വൃന്ദാവൻ പറഞ്ഞ സെറ്റപ്പ്. ഇവിടെ നമുക്ക് നിന്നിട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഒരു ദിവസം നിന്നിട്ട് നമുക്ക് അത് ഫീൽ ആയിട്ട് ഉഷാറായിട്ട് പോവാം. അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ കേട്ടോ.